ഏറ്റവും ഫലപ്രദമെന്ന് ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രീയമായി കണ്ടെത്തിയ 5 സ്റ്റഡി ടെക്നിക്കുകളാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഓർക്കുക, ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമെന്ന് കരുതുന്ന ടെക്നിക് നിങ്ങളുടേതായ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റഡി ടെക്നിക് സ്പേസ്ഡ് റിപ്പീറ്റീഷൻ ആണ്. കൃത്യമായ ഇടവേളകളിൽ പാഠ്യഭാഗം റിവിഷൻ ചെയ്ത് പഠിക്കുന്ന ടെക്നിക്കാണിത്. പഠിച്ച കാര്യം വളരെ കാലം ഓർമ്മയിൽ നിലനിർത്തുന്നതിനും ആവശ്യ സമയത്ത് കൃത്യമായി ഓർത്തെടുക്കുന്നതിനും ഈ മെത്തേഡ് വളരെ പ്രയോജനപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. 1 ദിവസം, 3 ദിവസം, പിന്നീട് ഒരാഴ്ച എന്നിങ്ങനെ ഇടവേളകളിൽ റിവിഷൻ നടത്തണമെന്നാണ് ഈ മെത്തേഡിന്റെ കാതലായ ഭാഗം. സ്പേസ്ഡ് റിപ്പീറ്റീഷൻ എന്ന ഈ രീതിയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർ കാണുക. രണ്ടാമത്തെ സ്റ്റഡി മെത്തേഡ് പൊമഡോറോ ടെക്നിക്കാണ്. പഠനത്തിനിടയിൽ ബ്രേക്ക്, ഇടവേളകൾ എടുക്കണമെന്നാണ് ഇത് പറയുന്നത്. കാര്യക്ഷമത, ഫോക്കസ്, ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഈ ടെക്നിക് വളരെ ഗുണകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു. 25 മിനിറ്റ് പഠനത്തിനു ശേഷം 5 മിനിറ്റ് ഒരു ചെറിയ ഇടവേള, അതായത് ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ഇതിനെ ഒരു പൊമഡോറോ എന്ന് പറയാം. ഇതുപോലെ 4 പൊമഡോറോയ്ക്ക് ശേഷം 20-30 മിനിറ്റ് ഒരു ലോങ് ബ്രേക്ക്, നീണ്ട ഇടവേള എടുക്കുക. ഇതാണ് പൊമഡോറോ ടെക്നിക്. ഈ ടെക്നിക്ക് വിശദമായി പറയുന്ന ഒരു വീഡിയോയും ഈ ചാനലിലുണ്ട്, കാണുക. മൂന്നാമത്തെ ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. കാര്യങ്ങൾ വളരെ തെളിമയോടെ ഓർമ്മയിൽ നിലനിർത്തുന്നതിന് ഈ ടെക്നിക് സഹായിക്കുന്നു. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പഠനം, പാഠ്യഭാഗത്തു നിന്ന് സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, സ്വയം മോഡൽ എക്സാം തയ്യാറാക്കി പരീക്ഷ എഴുതി പരിശീലിക്കുക. ഇവയെല്ലാം ഈ ടെക്നിക്കിന്റെ ഭാഗമാണ്. നാലാമത്തെ രീതിയാണ് ഫെയ്മാൻ ടെക്നിക്. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കി പഠിക്കുവാനുമുള്ള ഒരു രീതിയാണിത്. പഠിക്കേണ്ട ആശയം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ഒരു കുട്ടിക്കോ പാഠ്യവിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുക. ഇതുവഴി നിങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ നന്നായി മനസ്സിലുറപ്പിക്കാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുക. ഇതാണ് ഈ ടെക്നിക്. അഞ്ചാമത്തെ ടെക്നിക്കാണ് കോണൽ നോട്ട് ടേക്കിംഗ് സിസ്റ്റം. ശാസ്ത്രീയമായി നോട്ട് തയ്യാറാക്കി പഠിക്കലാണിത്. ഇതിന് ചെയ്യേണ്ടത് ഒരു പേപ്പർ 3 സെക്ഷൻ ആയി തിരിക്കുക. ഇതിന്റെ ഒന്നാമത്തെ സെക്ഷൻ സ്മോൾ സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ ലോങ്ങർ സെക്ഷൻ, മൂന്നാമത്തെ സെക്ഷൻ സമ്മറി. ഒന്നാമത്തെ സ്മോൾ സെക്ഷനിൽ പഠിക്കേണ്ട ഭാഗത്തെ പ്രധാന ആശയം ഒറ്റവാക്കിലോ ഒറ്റവാചകത്തിലോ എഴുതുക. കൂടാതെ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒന്നാമത്തെ സ്മോൾ സെക്ഷനിൽ എഴുതാം. രണ്ടാമത്തെ ലോങ്ങർ സെക്ഷൻ കുറച്ചുകൂടി വിശദമായി തയ്യാറാക്കേണ്ടതാണ്. അതായത് പഠിക്കേണ്ട ഭാഗത്തിന്റെ നോട്ട് തയ്യാറാക്കുന്നതിനുള്ളതാണ്. പ്രധാന പോയിന്റുകൾ, ആശയങ്ങൾ, അനുബന്ധ വിവരങ്ങൾ എല്ലാം അല്പം വിശദമായി തന്നെ ഈ ഭാഗത്ത് എഴുതുക. മൂന്നാമത്തെ സെക്ഷൻ സമ്മറി സെക്ഷൻ, അതായത് പ്രധാന പോയിന്റുകൾ മാത്രം സമ്മറിയായി ഇവിടെ ഉൾപ്പെടുത്തുക.